ഡോക്ടർ VPP മുസ്തഫ, എന്താണ് ഈ സമരങ്ങൾ, ചാവേർ ആക്രമണം, അതുപോലെ ഇപ്പോൾ നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയുള്ള ചാടി വീഴൽ, SFIയുടേത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? കോൺഗ്രസ് അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ഇതിനകം തന്നെ വന്നിട്ടുണ്ടല്ലോ, അവരുടെ പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ആ സമരങ്ങളെ, അവർ പറയുന്നത് സമരങ്ങളാണെന്നാണ്, അതിനെ കാണുന്നത്? യാതൊരു ദിശാബോധവുമില്ലാത്ത, രാഷ്ട്രീയ ഉള്ളടക്കവുമില്ലാത്ത ഒന്നായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിപ്പോയിരിക്കുകയാണ്. എങ്ങനെയാണ് വർത്തമാനകാല സാഹചര്യങ്ങളെ നേരിടേണ്ടത്? അതിലെന്തായിരിക്കണം തങ്ങളുടെ തന്ത്രം, അടവ്? എന്തായിരിക്കണം ഉയർന്നു വരുന്ന വിവിധ വിഷയങ്ങളിലുള്ള നിലപാട്? ഇതൊന്നും രൂപപ്പെടുത്താൻ കഴിയുന്ന ദൈക്ഷണിക ശേഷിയുള്ള, സംഘടനാ പാടവമുള്ള, ദിശാബോധമുള്ള ഒരു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനില്ല. അതിൻ്റെ അങ്ങേയറ്റത്തെ ചീഞ്ഞ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നവകേരള സദസ്സ് ബഹിഷ്കരിക്കണം. ആ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം തന്നെ അപക്വമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ UDFന് എന്താണ് സമകാലിക സാഹചര്യം എന്ന് മനസ്സിലാക്കി തന്ത്രപരമായ അടവ് സ്വീകരിക്കുന്നതിൽ പറ്റിയ പാളിച്ചയാണ് ബഹിഷ്കരണം. ഏതായാലും ബഹിഷ്കരണം അവർ പ്രഖ്യാപിച്ചതാണ്. ബഹിഷ്കരണം പ്രഖ്യാപിച്ചാൽ ആ വഴിക്കങ്ങ് പോവുക. അവർ ബദൽ പരിപാടിയും നിശ്ചയിച്ചു. അവരുടെ മണ്ഡലം തലങ്ങളിൽ UDFന്റെ വിചാരണാ സദസ്സുകൾ അതങ്ങ് നടത്തുക. പക്ഷേ ഇവിടെ ലാൽ ചോദിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് നവകേരള സദസ്സിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ. ഇപ്പൊ നവകേരള സദസ്സ് തുടങ്ങിയിട്ട് ഒരു മാസം പൂർത്തിയാകാൻ പോവുകയാണ്, ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾ ഒരു സമരം, ഇതാ നവകേരള സദസ്സിനെതിരെ ഇന്നതാണ് മുദ്രാവാക്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്ന മുദ്രാവാക്യം വെച്ച് ഞങ്ങൾ സമരം നടത്തും എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നവകേരള സദസ്സ് തുടങ്ങുന്ന സമയത്ത് പഴയൊരു പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രയാണത്തിനിടയിൽ പുതിയ പ്രസിഡന്റും വന്നു. പക്ഷേ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, സമരമുണ്ടോ പ്രഖ്യാപിച്ചിട്ട്? അപ്പോൾ പിന്നെ എന്താ ഈ നടക്കുന്നത്? അതിനെ സമരം എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ നടക്കുന്നത് എന്താ? ഒരുതരം ആഭാസമല്ലേ? എങ്ങനെയെങ്കിലും നവകേരള സദസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയെ, അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി ആസൂത്രിതമായി, നേരത്തെയുള്ള ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരുതരം സിൻഡിക്കേറ്റിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, SFI സമരം പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരെ ബഹിഷ്കരണം മാത്രമല്ല, ഗവർണറെ കരിങ്കൊടി കാണിക്കും, ഞങ്ങൾ സമരം ചെയ്യും. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 4 മണി മുതൽ ഗവർണർ ആ ക്യാമ്പസിലെത്തിയ 7-7:30 മണി വരെയും അവിടെ 3-3.5 മണിക്കൂർ, അല്ലാതെ 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ഒരു വാഹനം പോകുമ്പോൾ അതിന്റെ മുന്നിലേക്ക് ചാടി വന്ന് 1-2 ആളുകൾ ചാവേറിനെ പോലെ, ഒരുതരം ആത്മഹത്യാ സ്ക്വാഡിനെ പോലെ ചെയ്യുന്ന ഒന്നല്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ചു. ഗവർണർ തന്നെ ആർക്കെതിരെയാണോ സമരം പ്രഖ്യാപിച്ചത് ആ ഗവർണർ തന്നെ ചാലഞ്ച്, ഇന്ന് രാവിലെയും അദ്ദേഹം ചാലഞ്ച് പ്രഖ്യാപിച്ചു. അവിടെ 4 മണി മുതൽ 7-7:30 വരെ 100 കണക്കിന് വിദ്യാർത്ഥികൾ സംഘടിച്ച് സമരം ചെയ്തില്ലേ? ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ, ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. സമരം ചെയ്യേണ്ടവർ സമരം ചെയ്തു, ഗവർണർ അദ്ദേഹത്തിന്റെ വഴിയിലൂടെയും വന്നു. ഇതല്ലേ ഒരു ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ രീതിശാസ്ത്രം? അങ്ങനെയല്ലേ അതിനുള്ള ദൈക്ഷണികമായ ഒരു നേതൃത്വം നൽകേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈക്ഷണികമായ നേതൃത്വമില്ല, സംഘടനാപരമായ ശേഷിയില്ല, രാഷ്ട്രീയമായ ദിശാബോധമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിഴച്ചു പോകാൻ വേണ്ടി നല്ല സ്വീകാര്യതയുള്ള നവകേരള സദസ്സിനും അതിൻ്റെ ചാമ്പ്യനായ മുഖ്യമന്ത്രിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചില പേക്കൂത്തുകൾ കാണിച്ചാൽ ഒരല്പം മാധ്യമ ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ട് ജീവിച്ചു പോകാം എന്ന് കരുതുന്ന ഒരുതരം നീചമായ തരംതാണ പ്രവർത്തനമാണ് ദൗർഭാഗ്യവശാൽ. ഡോക്ടർ മുസ്തഫ, അപ്പോൾ നവകേരള സദസ്സാണോ ഈ ആക്രമണത്തിൻ്റെ ഒക്കെ പിന്നിൽ? ഈ സമരമെന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയുടെ പിന്നിൽ നവകേരള സദസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വീകാര്യതയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്?
തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ, ഇവിടെ 41 മണ്ഡലങ്ങളിൽ UDF-ന്റെ MLA-മാരാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് നല്ല തിരിച്ചുവരവ് കേരള ജനത പ്രഖ്യാപിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷം ആളുകൾ UDF-നെ സ്വീകരിച്ച മണ്ഡലമാണല്ലോ ലാലെ ആ 41 മണ്ഡലം. ആ 41 മണ്ഡലത്തിലെ LDF-നെ തോൽപ്പിച്ചു വന്ന UDF-ന് നല്ല ഭൂരിപക്ഷം കൊടുത്ത ആ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അവരുടെ MLA-മാരും ആ മണ്ഡലങ്ങളിലെ UDF-ന്റെ ആളുകളും ബഹിഷ്കരിച്ചിട്ട് പോലും മാറി നിന്നിട്ട് പോലും അത്തരം മണ്ഡലങ്ങളിൽ പോലും ഉണ്ടായ സ്വീകാര്യം നോക്കൂ. ഞാൻ പറയാം, ഞങ്ങളുടെ ജില്ലയിൽ കാസർഗോഡ് നിന്ന് ഇത് തുടങ്ങിയ ദിവസം ആദ്യത്തെ 2 കേന്ദ്രങ്ങളും UDF-ന്റെ 2021 വിജയം മാത്രമല്ല, പരമ്പരാഗത ശക്തി കേന്ദ്രമല്ലേ മഞ്ചേശ്വരവും കാസർഗോഡും. തുടർച്ചയായി അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, ആ 2 മണ്ഡലങ്ങളിലെയും ലീഗിന്റെ MLA-മാർ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി മാറി നിന്നു. പക്ഷെ ഉദ്ഘാടന ദിവസം മഞ്ചേശ്വരത്ത് പോലും ആ 2 മണ്ഡലങ്ങളിലും ലാലെ നിങ്ങൾ കാണേണ്ടത്, ഈ കേരളത്തിൽ വോട്ടിംഗ് നിലയിൽ LDF 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ 2 മണ്ഡലവും. ആ 2ഇടത്ത് മാത്രമേ നമ്മൾ തുടർച്ചയായിട്ട് 3-ാം സ്ഥാനത്തുള്ളൂ ഇടതുപക്ഷം. ആ 2 മണ്ഡലങ്ങളിലുമാണ് അഭൂതപൂർവമായ ജനക്കൂട്ടം, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ജനക്കൂട്ടം, പ്രത്യേകിച്ച് സ്ത്രീകൾ. ആ 2 മണ്ഡലങ്ങളിലെയും ജനസംഖ്യാപരമായ ഡെമോഗ്രാഫിക് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ജനസംഖ്യ, അതിലെ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ കൂട്ടത്തോടെയല്ലേ മഞ്ചേശ്വരത്തും കാസർഗോട്ടും വന്നു നിന്നത്. അതിൻ്റെ ആ പ്രവണത തുടർച്ചയായിട്ട് ഈ പത്തനംതിട്ട വരെ നമ്മൾ കാണുകയല്ലേ. ഇത് തന്നെയാണ് കണ്ണ് തുറപ്പിച്ചത് അവർ വല്ലാതെ കണ്ണ് തള്ളിപ്പോയിരിക്കുകയാണ്, വല്ലാതെ കെട്ടുപോയിരിക്കുകയാണ്. UDF ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് പോലും അവരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്ന സാക്ഷാൽ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം, മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ വിമർശനങ്ങൾ ഉയർന്നു വന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നമുക്ക് പറവൂര് കാണാമെന്ന്. അങ്ങനെ പറവൂരെത്തിയപ്പോൾ ഉള്ള അവസ്ഥ എന്താ? അവിടെ പോലും തുടർച്ചയായിട്ട് VD സതീശൻ ജയിച്ചു വരുന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള പറവൂരിൽ പോലും എന്തൊരു വലിയ ആൾക്കൂട്ടമായിരുന്നു. അപ്പൊ പിന്നെ നവകേരള സദസ്സ്, അതിന്റെ സ്വീകാര്യത, ആ നവകേരള സദസ്സിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം, ആശയങ്ങൾ, അത് 2 മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന. 2, കേരള സർക്കാർ ഈ പരിമിതികൾക്കിടയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനപരവും ജനക്ഷേമപരവുമായ പ്രവർത്തനങ്ങൾ. ഇത് തന്നെയാണ്. അപ്പൊ ഇത് വലിയ നിലയിൽ ഈ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനു പകരം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്, ഇത് തന്നെയാണ് അവരുടെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നുള്ളത് പഴയ പ്രയോഗമാണ്. 2-നും ഇപ്പം മരുന്നുണ്ട്, പക്ഷെ UDF-കാര് പഴയ നിലപാടിലാണ് ഉള്ളത് എന്നുള്ളതാണ്.